ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നെടുത്ത വീഡിയോയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഗുണ്ടൽപേട്ടയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. ചേട്ടായിക്ക് ലീവായിരുന്നേ. രാവിലത്തെ കാപ്പി കുടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റു. കുറച്ച് ഇടിയപ്പത്തിൻ്റെ പൊടിയും പുട്ടുപൊടിയും കൊണ്ട് നെയ്പ്പത്തൽ അല്ലെങ്കിൽ നെയ്പ്പത്തിരി ഞങ്ങൾ രണ്ടുപേരും പറയാറുണ്ട് കേട്ടോ. കറക്റ്റ് പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ മിക്സ് ചെയ്ത് എടുക്കുവാണ്. ആദ്യം കുറച്ച് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പെരുംജീരകമോ അല്ലെങ്കിൽ മോരിനൊക്കെ നമ്മൾ അരയ്ക്കുന്ന ചെറിയ ജീരകമോ നമുക്കിഷ്ടം ഏതാണോ അതെടുക്കാം കേട്ടോ. എന്നിട്ട് പുട്ടുപൊടിയും പിന്നെ ഇടിയപ്പത്തിൻ്റെ പൊടിയും കൂടെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് തേങ്ങ ഒതുക്കിയതും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടി 1 ഗ്ലാസ് ആണെങ്കിൽ പുട്ടുപൊടിയും 1 ഗ്ലാസ് തന്നെ, അങ്ങനെ ഒരേ അളവിൽ തന്നെ കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ പുട്ടുപൊടി കൊണ്ട് തന്നെയാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം. ഇനി നന്നായിട്ട് വെട്ടിത്തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ മാവ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുഴയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ 2 പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റുവാണ്. ആദ്യം ഉപ്പും ഈ തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കേട്ടോ 2 പാത്രത്തിലേക്ക് മാറ്റുന്നത്. പൂരി ഉണ്ടാക്കാമെന്ന് കേട്ടോ ആദ്യം വിചാരിച്ചത്. പിന്നെ പ്ലാനൊക്കെ മാറ്റിയിട്ട് ഈ പത്തൽ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. പൂരി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ശരിയായില്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല, ശരിക്കും അങ്ങോട്ട് പൊങ്ങി വന്നില്ല. ചിലത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്, ചിലത് പൊങ്ങുന്നില്ല. മാവൊക്കെ സാധാരണ പോലെ തന്നെ കറക്റ്റ് അളവിൽ തന്നെ എടുത്തത്, കുഴയ്ക്കുന്നതൊക്കെ സാധാരണ പോലെ തന്നെ ചെയ്തത്. എന്നാ പറ്റിയതൊന്നും അറിയത്തില്ല. പിന്നെ തണുത്ത് പോകുന്നതിന് മുമ്പ് നല്ല ചൂടോടുകൂടി തന്നെ എല്ലാം നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കണം. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ എപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം എന്നാ പറ്റിയതെന്നൊന്നും അറിയത്തില്ല. പിന്നെ എണ്ണക്കടികളൊക്കെ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ചേട്ടായി എണ്ണയിലുണ്ടാക്കുന്ന കടികളൊന്നും കഴിക്കില്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും മാത്രം പൂരിയോ ഇങ്ങനത്തെ സാധനങ്ങളോ പഴംപൊരിയോ ഒക്കെ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒറ്റയ്ക്കുള്ളപ്പം എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. എല്ലാവരും കൂടിയൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പം ആ ഉണ്ടാക്കിയ സാധനം അതുപോലെ ഉണ്ടാക്കിയാലും ചിലപ്പോൾ ശരിയായി എന്ന് വരത്തില്ലല്ലോ. ചേട്ടായിക്ക് കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 2 സൈസ് കടികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇരട്ടിപ്പണിയല്ലേ. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും എണ്ണക്കടിയൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും കൂടെ കഴിക്കുന്ന ഒരു സാധനം തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊടുക്കണ്ടേ. വെറൈറ്റി ആക്കാൻ പോയതാട്ടോ രാവിലെ. പിന്നെ കയ്യിൽ വെച്ച് നമുക്ക് ഇത് പരത്തി എണ്ണയിലിടാം. അതല്ലെങ്കിൽ പത്തിരി പ്രസ്സിൽ ഒത്തിരി കനം കുറച്ച് പരത്താൻ പാടില്ല. ഇച്ചിരി കട്ടിയിൽ വേണം പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാനേ പാടുള്ളൂ. ഇതിപ്പം ഇങ്ങോട്ടായി ഇതിവിടെ കാണുന്ന ലുക്കുള്ളൂ പൊട്ടന. ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടായി കേട്ടോ. ചേട്ടായിയുടെ ഒരു കൂട്ടുകാരൻ്റെ ജീപ്പൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. മമ്മിയുടെ അനിയത്തിയുടെ മോളും വന്നിട്ടുണ്ടായിരുന്നേ. അവളിവിടെ ഹോസ്റ്റലിൽ നിൽക്കുക. അപ്പോൾ അവളെ അവിടെ നിന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാകിസ്ഥാൻ കോളനിയുണ്ട്, ബംഗ്ലാദേശ് കോളനിയുണ്ട്. എവിടെ ഈ സൈഡ് ഞാൻ കണ്ടിട്ടില്ല. വീഡിയോ ഓണാണോ? അതൊരു കുഞ്ഞ് എഴുന്നേറ്റ് നോക്ക്. ആ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. കിട്ടുന്നുണ്ടോ? നോക്കുമ്പോ എഴുന്നേറ്റ് നോക്കുമ്പോ റോഡ് കയറിയാണ് നമ്മൾ കാട്ടുമൃഗങ്ങൾക്ക് യാത്രക്കാരൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. പക്ഷേ ആ കുരങ്ങൻ വന്ന് അങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. കൈയൊക്കെ നീട്ടി 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടപ്പോൾ. അതൊരു കുഞ്ഞു കുരങ്ങനാ. പ്രതീക്ഷയോടെ കേട്ടോ നോക്കുന്നതും കൈ നീട്ടുന്നതൊക്കെ. ഇപ്പോൾ എന്തോ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട്. എന്ത് ഞാനൊന്നും കണ്ടില്ല. അതാ അവിടെ റീൽസ് എടുക്കാൻ റീൽസ് എടുക്കുക.
എത്ര എണ്ണം ഉണ്ടമ്മേ? 4. നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ഒരുപാട് കാട്ടുമൃഗങ്ങളെയൊക്കെ കാണേണ്ടതാണ്. പക്ഷേ അവധി ദിവസം ആയതുകൊണ്ട് ഒരുപാട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. ഭയങ്കര ബ്ലോക്കുമായിരുന്നേ. അതുകൊണ്ടായിരിക്കും കാട്ടുമൃഗങ്ങളൊന്നും അങ്ങനെ കണ്ടൊന്നുമില്ല. അധികമൊന്നും കണ്ടില്ല. മാനിനെയൊന്നും കണ്ടേ ഇല്ല കേട്ടോ. സാധാരണ അങ്ങനെയൊന്നുമല്ല, പല സ്ഥലത്തായിട്ട് ഒരുപാട് മാനിനെയൊക്കെ കാണേണ്ടതാണ്. പിന്നെ ആനേനെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ മുതലേ കാട്ടിനകത്ത് കയറി യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലേ ഒന്നിനെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആനയെ കണ്ടപ്പോൾ അമ്മച്ചി വേഗം വണ്ടി വിടും, വേഗം വണ്ടി വിടുമെന്ന് പറഞ്ഞായി. അമ്മച്ചി പണം അറിയാതിരിക്കാൻ വേണ്ടി ജീപ്പിൻ്റെ സൈഡ് താത്തിട്ടാൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉള്ള മഴ മുഴുവനും നനഞ്ഞാട്ടോ പോകുന്നത്. സത്യം പറഞ്ഞാൽ എവിടെ ഇറങ്ങാനും ഒന്നും കാണാനും പറ്റില്ല, അത്രയ്ക്ക് മഴയായിരുന്നേ. വണ്ടി വിളിച്ച് മഴ നനയാൻ വേണ്ടി പോയി എന്ന് പറയാം. അതുപോലത്തെ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. അമ്മച്ചിയാണെങ്കിൽ മഴ ചരിഞ്ഞാണ് പെയ്യുന്നത്, നേരെയല്ല പെയ്യുന്നത്. നേരെ പെയ്യുവാണെങ്കിൽ ജീപ്പിനകത്ത് വെള്ളം വീഴത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി കയ്യിലൊരു പുതപ്പൊക്കെ കൊണ്ടാട്ടോ പോയത്. അതൊക്കെ തലയിലിട്ടുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. സൂര്യകാന്തി അല്ല ഇത്. അങ്ങുണ്ട്, അവിടെ ഉണ്ട്. ഞാൻ ആദ്യം സൂര്യകാന്തി കണ്ടില്ല. ഇവിടെ കുറേ പൂക്കളൊക്കെ പറിച്ചിട്ട് റോഡ് സൈഡിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കാളവണ്ടികളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്കുള്ള ഗ്രാമത്തിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെയൊക്കെയുള്ള ആൾക്കാർ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് പശുവിനൊക്കെ കെട്ടുന്നത്. പിന്നെ തുണികളൊക്കെ നിലത്ത് തന്നെ ഇരുന്നിട്ട് വീടിൻ്റെ മുന്നിൽ തന്നെ ഇരുന്നിട്ടോ അലക്കുന്നത്. നമ്മുടെയൊന്നും ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഒരുപാട് വർഷങ്ങൾക്ക് പുറകിലേക്ക് ജീവിക്കുന്ന പോലെ കേട്ടോ. കുറേ ഉൾഗ്രാമത്തിലേക്കൊക്കെ വരുമ്പോഴാണ് അവരുടെ ഒരു യഥാർത്ഥ ജീവിതമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കയ്യാനക്കല്ലേ മോൻ അവിടെ ഇരിക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇതാ ഒരു ചേച്ചി ഇരുന്ന് തുണി അലക്കുന്ന കണ്ടോ. ഞങ്ങളെവിടെ ഇറങ്ങിയൊന്നുമില്ല, മഴ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല ചെളി കേട്ടോ. അല്ലെങ്കിലും നനഞ്ഞ് കുളിച്ചിരിക്കുവോ. ഇനിയിപ്പം ചെളിയിലും കൂടെ ചവിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് എവിടെ ഇറങ്ങിയിട്ടില്ല. ഇച്ചിരി പതുക്കെ പോ, അതേ പറന്നു പോയേക്കൊന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും മഴയില്ലായിരുന്നേ. മഴ തോരുമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും തോറും മഴ കൂടി വരുമായിരുന്നു. ശരിക്കും ഓരോരുത്തർക്കും ഓരോ റെയിൻ കോട്ടൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ടതായിരുന്നു. എന്തിയെ യാത്രയുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാ? നനഞ്ഞില്ലേ? ആ ബൈക്ക് പോയതെന്തോ പറഞ്ഞു. ഓണത്തിന്റെ കളിപ്പൂ. ഓണത്തിന്റെ കളിപ്പൂ. സ്കൂളുണ്ടോ അവിടെ? സ്കൂളൊക്കെയാണോ? അമ്മ എവിടെ വീടെടുക്കും? ആടും പശു എല്ലാം ഒന്നിച്ച് വണ്ടിയുടെ ഇടയ്ക്കൂടെയാണ്. ജീപ്പിലിരുന്ന് മൊത്തം നനഞ്ഞ് കുളിച്ചുള്ളൊരു യാത്രയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ അങ്ങനെ എപ്പോഴും ഈ ഒരു യാത്ര പോകുന്ന ആൾക്കാരൊന്നും അല്ലാത്തത് കൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു.
നമ്മൾ വീട്ടിൽ നട്ടായിരുന്നു ഉരുളക്കിഴങ്ങ്. അതന്നെ അതിനകത്ത് പൊങ്ങിക്കിട മുതലാണോടാ? ഇവിടെ വെളുത്തുള്ളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും പിന്നെ ചോളവും അങ്ങനത്തെ കൃഷികളൊക്കെയാണ്. നല്ല മഴയും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കുറേ പൂക്കളൊക്കെ നശിച്ചു പോയി. പിന്നെ ഭയങ്കര കാറ്റുമല്ലേ. പിന്നെ വെളുത്തുള്ളിപ്പാടത്തിൻ്റെ അടുത്തൂടെ വരുമ്പോൾ നല്ല മണമാണ്. അയ്യോ, എനിക്കൊന്നും കാണത്തില്ല. ഇവിടെ 2 ആനകൾ കുറച്ച് ദൂരെയായിട്ട് കുളിക്കുന്നുണ്ട്. അത് കാണാനുള്ള ഉന്തും തള്ളും എത്തിനോട്ടവും ഒക്കെയാ. എന്ത് വണ്ടികളല്ലേ അവിടെ. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ അവസ്ഥയിലേക്ക് പൂക്കൾ കാണാൻ വേണ്ടി മാത്രമല്ല ഇതുവഴി ആൾക്കാർ പോകുന്നത്, കാട്ടുമൃഗങ്ങളെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അതിപ്പോൾ ഇതുവഴി എന്നല്ല, കാടുള്ള എല്ലാ സ്ഥലത്തൂടെയും കാട്ടുമൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടും ആൾക്കാർ പോകാറുണ്ട് കേട്ടോ. കാട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് പോയതുകൊണ്ട് കാട്ടുമൃഗങ്ങൾ നമ്മളെ ആക്രമിക്കത്തൊന്നുമില്ല. നമുക്ക് കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാലിക്കണം. പിന്നെ കാട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ അറിയുന്ന ആളായിരിക്കണം വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇറങ്ങരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിലൊക്കെയാണ് അപകടങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. മഴയാണേലും അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് സൺഫ്ലവറൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ഉന്തും തള്ളും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, മഴ കാരണം ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ആരും ഇറങ്ങാനും പോയില്ല. പിന്നെ തിരിച്ച് വന്നപ്പോഴും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടുമൃഗങ്ങളെ ഒന്നും കാണുന്നൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങാനൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ബത്തേരിയിൽ എത്തിയപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 2:30 ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നേ. അമ്മച്ചി ബീഫ് മാത്രമേ കഴിക്കത്തുള്ളൂ, ചിക്കനൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും കൂടെ ബീഫ് മന്തി ആട്ടോ മേടിച്ചത്. ചേട്ടായി എല്ലാവർക്കും മന്തി കൊടുക്കുന്നുണ്ട്. താഴെ കളയത് വിളമ്പ് മന്തി. ചേട്ടായി കുഞ്ഞുണ്ണിക്ക് ഇച്ചിരി കൊടുക്കേട്ടെ. എന്നിട്ട് Happy birthday to you, Nadania. വരുമ്പോൾ കുറച്ച് ചായക്കുള്ള കടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നേ. അവളുടെ ബർത്ത്ഡേ ഒന്നുമല്ല, വെറുതെ കേക്ക് മുറിച്ചപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞങ്ങ് പാടിയെന്നേ ഉള്ളേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ചായയൊക്കെ വെച്ചു, ചായ കുടിച്ചു, കേക്ക് മുറിച്ച് കേക്കൊക്കെ കഴിച്ചു. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ രാത്രിക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാർ കേക്ക് മുറിക്കലും കേക്ക് കഴിക്കലും ഒക്കെയാണ്. പക്ഷേ അമ്മച്ചിയും ചേട്ടായി ഇതൊന്നും അറിയുന്നില്ലേ. അവർ രണ്ടാളും കൂടെ എന്തോ വലിയ കാര്യമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. അമ്മേ ചിരിച്ചോണ്ട് നോക്ക്, പേടിപ്പിക്കുന്ന പോലെ നോക്കട്ടെ. ചിരിച്ചോണ്ട് നോക്ക്. കുറച്ച് കപ്പയൊന്ന് കടുക് വറുത്തെടുക്കണം. ഇന്നിപ്പോൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും വറ്റൽമുളകും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് കടുക് വറുത്ത് മിക്സാക്കി എടുക്കണം. ബീഫ് കറി വെച്ചിട്ടുണ്ട്. അങ്ങനെ കപ്പയൊന്ന് മിക്സാക്കിയൊക്കെ എടുത്തു. കുഞ്ഞിൻ്റെ കൈ മാറ്റു, കുഞ്ഞു വാതിലടയും.
കുഞ്ഞുമോളെ രാവിലെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ, അപ്പോൾ അവളെ വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. ആൻറ്റിയും അഭിഷേകും കൂടിയാണ് പോയത്. ചേട്ടായി നല്ല ഉറക്കം കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ വീഡിയോയാ. ഇന്നിപ്പം അമ്മച്ചിയും ആൻറ്റിയും അഭിഷേകവും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകുക. രാവിലെ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അക്കു ക്ലാസ്സിന് പോയി, പിന്നെ ചേട്ടായി ജോലിക്കും പോയി. എല്ലാവരും കൂടി ഉള്ളപ്പം നല്ല രസമല്ലേ. എല്ലാവരും വന്നിങ്ങനെ പോകുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ്. എൻ്റെ ഫോണിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. ആദ്യം ഒന്ന് എഡിറ്റ് ചെയ്ത് സേവ് ആക്കിയിട്ട് അത് പ്രശ്നമായിട്ട് രണ്ടാമത് എഡിറ്റ് ചെയ്ത് സേവ് ആക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഏ അങ്ങനെ അവർ ശനിയാഴ്ച വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.